വെൽക്കം ബാക്ക് ടു ഷാഹീസ് ഫീസ്റ്റ് ആൻഡ് ട്രീറ്റ്സ്. നമുക്കിന്ന് നല്ല അടിപൊളി ഒരു സൂപ്പർ ബീഫ് ഫ്രൈഡ് റെസിപ്പി നോക്കിയാലോ. നമുക്കിതിന് വേണ്ടത് 1 കിലോ ബീഫ് ചെറിയ ക്യൂബ്സ് ആക്കി അരിഞ്ഞെടുത്തത്, ഒരു 1.5 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി, 6-7 അല്ലി വെളുത്തുള്ളി, ഒരു കൈ നിറയെ ചെറിയുള്ളി അഥവാ ചുമന്നുള്ളി, ഒരു ഇടത്തരം തക്കാളി, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നമുക്ക് മസാലപ്പൊടികൾ വേണ്ടത് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, നിങ്ങളുടെ എരിവ് അനുസരിച്ച് ഒരു 2-3 ടേബിൾ സ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കടുക് ഉലുവ വറുത്ത് പൊടിച്ചത് 3 1/2 ടീസ്പൂൺ വീതം, കുരുമുളക് 1 ടീസ്പൂൺ, പിന്നെ നമ്മുടെ പെരുംജീരകം ഒരു 1/4 ടീസ്പൂണ്, കുറച്ച് മല്ലിയില, പച്ചമുളക്, കറിവേപ്പില, ചെറിയൊരു വലിയ ഉള്ളി, വെളിച്ചെണ്ണ, തേങ്ങയുടെ കൊത്ത്. തേങ്ങാക്കൊത്താണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഇനി നമ്മൾ അടി കട്ടിയുള്ള ഒരു ചീനച്ചട്ടിയോ ഉരുളിയോ എന്തെങ്കിലും വെച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്ത് മൂക്കുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരും. നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി നമ്മൾ ഇറച്ചി വേവിക്കാൻ പോകുന്ന പ്രഷർ കുക്കറിലേക്ക് ഈ തേങ്ങാക്കൊത്തും അത് വറുത്ത വെളിച്ചെണ്ണ അടക്കം ഒഴിച്ചു കൊടുക്കാം. ആ വെളിച്ചെണ്ണയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് മേക്കർ. ശേഷം നമ്മുടെ ക്യൂബ്സ് ആക്കിയ ബീഫ്, ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്നുള്ളി നന്നായിട്ട് എടുക്കണം, ചെറിയുള്ളി, അതാണ് ഇതിൻ്റെ ശരിക്കും അത് നല്ലൊരു ടേസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്ന ഒരു ഘടകമാണ്. അതെല്ലാം ഒതുക്കിയതിട്ട് കൊടുത്തു. നമ്മളൊരു ഇടത്തരം തക്കാളിയല്ലേ എടുത്തത്, അത് ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മല്ലി, കറിവേപ്പില, പച്ചമുളക്, ഒരു ചെറിയ വലിയ ഉള്ളി അരിഞ്ഞത് ഇതൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മളതിൻ്റെ അളവൊക്കെ നേരത്തെ പറഞ്ഞു. നമ്മൾ മല്ലി, മുളക്, മഞ്ഞൾ, പെരുംജീരകം, ഗരം മസാല, കുരുമുളക് പൊടി, കടുക് ഉലുവ വറുത്ത് പൊടിച്ചത് ഇതൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് പെരുംജീരകം. കടുക് ഉലുവ വറുത്ത് പൊടിക്കുന്ന മുൻപൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കടുക് ഉലുവും ഒരേ അളവിൽ അടികട്ടിയുള്ളൊരു ചീനച്ചട്ടിയിൽ കടുകൊക്കെ പൊട്ടുന്നവരെ വറുക്കുക. കുറച്ചൊന്ന് ചൂട് പോയിട്ട് നന്നായിട്ട് പൊടിച്ച് തണുത്തതിന് ശേഷം എയർടൈറ്റായിട്ടുള്ളൊരു കുപ്പിക്കകത്ത് വയ്ക്കാം. അത് കുറേ ദിവസം കേടുകൂടാതിരിക്കും. നമുക്കത് മീൻകറിയിലും ഇറച്ചിക്കറിയിലൊക്കെ ഇടാം. ഇനി നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം മേലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ പ്രഷർ കുക്കർ മൂടിയിട്ട് നമുക്കൊരു 3-4 വിസിൽ വരുന്നവരെ കുക്ക് ചെയ്യാം. നിങ്ങളുടെ ഇറച്ചിയുടെ മൂപ്പ് അനുസരിച്ചിരിക്കും എത്ര വിസിൽ വേണം എന്നുള്ളത്. ഇളയ ഇറച്ചിയാണെങ്കിൽ ഒരു 2-3 വിസിലൊക്കെ മതി. നല്ല മൂപ്പ് കൂടിയതാണെങ്കിൽ ഒരു 6-7 വിസിൽ വരെയൊക്കെ വേണ്ടി വരും. തുറന്നിട്ടൊന്ന് പിടിച്ച് നോക്കുക, വന്നിട്ടില്ലെങ്കിൽ ഒന്നുകൂടി വിസിലടുപ്പിക്കുക. ഇനി ഇറച്ചിയുടെ വെള്ളമൊക്കെ വറ്റിയിട്ട് ശേഷം നമ്മളൊരു ഫ്രൈങ് പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞത്, വലിയുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ചെറിയുള്ളി മാത്രമാണ് ഏറ്റവും നല്ലത്. അത് അരിഞ്ഞെടുക്കാനും തൊലി കളഞ്ഞെടുക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ കുറച്ച് വലിയുള്ളിയും കൂടി ചേർത്ത് എടുത്തിട്ടുള്ളത്. ഇതൊക്കെ അത്യാവശ്യം വല്ലാതെ മൂക്കണ്ട, കുറച്ചൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ കുക്ക്ഡ് ആയിട്ടുള്ള ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക്. ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ചെറിയ ഫ്ലെയിം ഒരു ലോ ടു മീഡിയം വയ്ക്കാം. നമ്മുടെ ബീഫൊക്കെ കുക്ക്ഡ് ആയിട്ടുണ്ട്, നമ്മുടെ അടിപൊളി. ശേഷം കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും ഫ്രഷായിട്ട് വേണമെങ്കിൽ ഒരു നുള്ള് കടുക് ഉലുവ വറുത്ത് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്നും കൂടി ഒന്ന് ഇളക്കാം. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഫ്രൈ റെഡിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാം കേട്ടോ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക്സ് ഫോർ യുവർ സപ്പോർട്ട്. See you with the next video.